സർ, മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വോട്ട് ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് കെ.പി.സി.സി സെക്രട്ടറി ഡി.വി. വിനോദ് കൃഷ്ണ രാജിവെച്ചത്. മാത്രമല്ല, വിനോദ് കൃഷ്ണയുടെ ഈ രാജിക്കത്തിൽ മതേതരത്വം സംരക്ഷിക്കുന്നതിനോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിലും കോൺഗ്രസിന്റെ പ്രസക്തി കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എൽ.ഡി.എഫിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിനോദ് കൃഷ്ണയുടെ രാജി എങ്ങനെ വിലയിരുത്തും? ഈ വിനോദ് കൃഷ്ണയുടെ വികാരം കേരളത്തിലെ മൊത്തം ഹിന്ദുക്കളുടെ വികാരമായിട്ട് നമുക്ക് കാണേണ്ടി വരും. കാരണം കസേര പിടിക്കാൻ വേണ്ടി, അധികാരത്തിൽ കയറാൻ വേണ്ടി ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരെ മാത്രം പ്രലോഭിപ്പിച്ച് നടക്കുന്നതിനുള്ള ആ അതൃപ്തിയാണ് ഈ കൃഷ്ണ പ്രകടിപ്പിച്ചത്. പക്ഷെ സത്യത്തിൽ അത് തന്നെയല്ലേ ഇവിടെ ഉണ്ടായത്? ഇത് പറയുമ്പോ ഈ വിനോദകൃഷ്ണയുടെ കാര്യം പറയുമ്പോ എനിക്ക് വേറൊരു കാര്യം കൂടി പറയേണ്ടി വരികയാണ്. അതായത് ഇവിടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആവണം, ഭാവി മുഖ്യമന്ത്രി ആവണം, ഭാവി കെ.പി.സി.സി പ്രസിഡന്റ് ആവണം, അല്ലെങ്കിൽ AICC പ്രസിഡന്റ് ആക്കണം എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ആ ജിഹാദിയായ പാലക്കാട്ടിൽ നിന്നും ജയിച്ച് ഇപ്പോ വടകരയിൽ പോയി വട്ടം കറങ്ങുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ. അദ്ദേഹത്തിന് ഇന്നലെ ഞാനൊരു ചാനൽ കണ്ടപ്പോ ഇദ്ദേഹം പണ്ട് സംസാരിക്കുമ്പോ നമ്മുടെ പ്രധാനമന്ത്രിയെ തന്തയ്ക്ക് വിളിക്കപ്പെടും. ഇപ്പൊ അത് നിർത്തി. കാരണം അയാൾക്ക് അത് മനസ്സിലായി, ഇനി ആ വിളി തുടർന്നാൽ വലിയ ഗുണം കിട്ടില്ല എന്നുള്ളതല്ല, അത് ശരീരത്തിന് കേടാന്ന് മനസ്സിലാക്കി. പക്ഷെ അത് അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ എന്താണ് മുതൽക്കൂട്ട് ഭയങ്കര മുതൽക്കൂട്ടാക്കിയിട്ട് പാലക്കാട്ട് കൊണ്ടുവന്ന് കെട്ടി ഇറക്കിയ ഒരുത്തുണ്ടല്ലോ, വേറൊരു കേസ്, അവൻ ഏറ്റെടുത്തു. അവനാണ് മിക്ക സമയങ്ങളിലും തന്തയ്ക്ക് വിളിച്ച് പ്രധാനമന്ത്രിയെ നടക്കുന്നത്. ഇത് രണ്ടും അവിടെ നിൽക്കട്ടെ. ഇത് രണ്ടാളുടെയും ആ പ്രസംഗങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ നിന്ന് കിട്ടും. അതവിടെ നിൽക്കട്ടെ. ഈ പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുക, ഇവർ രണ്ടാളല്ലാതെ വേറെ ഒരു രാഷ്ട്രീയക്കാരനും കോൺഗ്രസിൽ എത്ര മുതിർന്ന ആൾക്കാരുണ്ട്, അവരാരും ഇത് പറഞ്ഞിട്ടില്ല. ഇന്നലെ ഞാൻ കണ്ട വിഷയം എന്താ വെച്ചെങ്കിൽ, പാലക്കാട് അവന്റെ മൂന്നാമത്തെ ശിഷ്യൻ ഇപ്പൊ ഒളിവിലാണല്ലോ ഒരു പീഡന കേസിൽ. ആ മുനിസിപ്പാലിറ്റി കൗൺസിലർ കൂടിയാണ്. ഇവരുടെ രണ്ടാളിലെയും വലം കൈയായിട്ട് ഇവരുടെ ഒപ്പം നടക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോ ഈ മുങ്ങി നടക്കുന്ന ഇവൻ ആ പെൺകുട്ടിക്ക് ഈ കേൾപ്പിച്ച ഒരു ഫോൺ സംഭാഷണത്തില് ആ പെൺകുട്ടിയോട് ഇവൻ പറയുന്ന വാചകങ്ങളില് ഈ ജിഹാദിയുടെ പേര് പറയുന്നുണ്ട്. എന്തോ ഒരു ഇൻസിഡൻസിൽ അത് അവന്റെ അടുപ്പം കാണിക്കുകയാണ് ചെയ്തത്. അത് കാരണമാണ് ഇവന്റെ പേര് അതിൽ വന്നത്. ആ പേര് വന്ന കാരണം പത്രക്കാർ അവനോട് ചോദിക്കുകയാണ്, അപ്പൊ നിങ്ങളുടെ ശിഷ്യൻ ഇത് എന്താണ്, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്താ ബന്ധം എന്ന് ചോദിക്കാൻ വേണ്ടി പത്രക്കാര് ചോദിക്കുമ്പോ ഇവൻ നേരെ പോവാ പ്രധാനമന്ത്രിയുടെ മുകളിലേക്ക്. അപ്പോഴും ഇതെന്താ പറയണത് വെച്ചിങ്ങ, ഇത് മനുഷ്യരുടെ ഇടയിൽ എവിടെ ഇതില്ലാത്തതും ഉള്ള കെട്ടുകഥ ഉണ്ടാവാം, ഇല്ലാത്ത കഥയൊക്കെ ഉണ്ടാവാം. പക്ഷെ അവിടെ എന്തിനാണ് പ്രധാനമന്ത്രി വലിച്ചഴിക്കുന്നത്? ഇവൻ പറയാണ് BJP ആരെങ്കിലും പീഡിപ്പിച്ച അത് നിങ്ങൾ പ്രധാനമന്ത്രിക്ക് അതിൽ കൈയുണ്ടോ ചോദിക്കൂ. അവൻ ചോദിക്കുക ഇന്നലെ. ഇത് അവന്റെ പേരാ പറയുന്നത്. ആ സ്ത്രീ അവന്റെ പേര് പറഞ്ഞുകൊണ്ട് കാരണം ഈ പത്രക്കാർ ചോദിച്ചത്. അതിനെന്തിനാണ് അവൻ പ്രധാനമന്ത്രി അതിലേക്ക് വലിച്ചയക്കണത്? മോദിനെ ചെയ്തു എന്ന് ചോദിക്കൂ. അപ്പൊ ഇവന്റെ അസുഖം എന്താണ്? ഞാൻ ഇത് കേട്ടിട്ട് എന്താണ് BJP നേതാക്കൾ ഒരാളും മുണ്ടുന്നില്ലല്ലോ. എന്താ BJP സംസ്ഥാന പ്രസിഡന്റ് അതിന് ഇപ്പോട്ടെ ജില്ലാ പ്രസിഡന്റ് പ്രതിഷേധിക്കുന്നില്ലല്ലോ. ഇവൻ എന്ത് കണ്ടിട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവന്റെ പേര് ആ പീഡിപ്പിച്ചവനും ആ പെൺകുട്ടിയും ചർച്ച ചെയ്യുന്നത്? അതിൽ കേൾക്കാം. അത് കാരണമാണ് പത്രക്കാരത് ചോദിച്ചത്. അതിന് ഉത്തരം കൊടുക്കാതെ അതിൽ നിന്ന് ഉരുണ്ട് മാറിയിട്ട് അവൻ പ്രധാനമന്ത്രിയെ അതിലേക്ക് വലിച്ചിറക്കുക എപ്പ സംസാരിക്കുമ്പോഴും. ഇത് ഇവന്റെ ഒരു സ്ഥിരം സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോ ഇത് പബ്ലിക്കായിട്ട് അവനെ വിളിച്ചു നിർത്തിയിട്ട് ഇനി പാലക്കാട് വരുമ്പോ അവനെ വളഞ്ഞു നിർത്തിയിട്ട് ഇതിന് ചോദിക്കണം പാലക്കാട്ടെ BJP-ക്കാർ. കാരണം ഈ സ്വഭാവം അവനെ നിർത്തണം. എന്താണ് DNA ടെസ്റ്റ് ചെയ്യണം പറഞ്ഞു. ആരുടെ? പത്മജയുടെ. ഓർമ്മണ്ട? പത്മജ പാർട്ടി മാറിയപ്പോ അവന് DNA ടെസ്റ്റ് നടത്തുന്നത്. ഇത് കരുണാകരന്റെ DNA അല്ലാതെ അവൻ പറഞ്ഞു പരത്തിയതാ. എന്നിട്ട് അവസാനം എന്താണ്
ദൈവം അവന്റെ DNA ഇപ്പോ കോടതി ഓർഡറുകൾ പോകുന്നു, അവന്റെ DNA ഇപ്പൊ നടത്തണം. അതേമാതിരി ഇവരും പെടും, ഒരു സംശയമില്ല. പക്ഷെ ഇവന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, തന്തയ്ക്ക് വിളി. ഇപ്പൊ അവന്റെ പേര് ഒരു പീഡന കേസിൽ ചർച്ചയായത് അവരോട് ചോദിക്കുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവൻ അതിലേക്ക് വലിച്ചടയ്ക്കുന്നു. ഇത് ഇവന് പറ്റിയ സ്വഭാവമല്ല എന്നാവോ ഓർത്തോളണം. ഇത് ശരിക്ക് ഇവിടുത്തെ BJP നേതാക്കൾ അതിൽ ഇടപെട്ടുകൊണ്ട് അവനെ ചോദ്യം ചെയ്യുക തന്നെ വേണം. ഇനി അവൻ ഒരു തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇത്തരത്തിൽ അവന്റെ വിഷയത്തിൽ ഉത്തരം പറയണം. അവന്റെ പേരവിടെ പറയുന്നുണ്ട്. ആ പെൺകുട്ടി ആ അതിജീവിത പോലീസിന് കൊടുത്ത ആ വോയിസിൽ ഇവന്റെ പേരുണ്ട്. അത് കാരണമാണ് പത്രക്കാര് ചോദിച്ചത്. അത് ചോദിക്കുമ്പോ അതിന് ഉത്തരം കൊടുക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇതിലേക്ക് അവന് വലിച്ചഴക്കുന്നു. അപ്പൊ നിക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ പാർട്ടിയിലെ എല്ലാവരും ഇപ്പോൾ ഉള്ളത്, കോൺഗ്രസിലെ. ഇനി അധികാരം കൂടി ആ പാർട്ടി ഇപ്രാവശ്യം ഇല്ല എന്ന് ഉറപ്പായ ഈ പാർട്ടി തന്നെ ഇവിടെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അവർക്ക് അധികാരത്തിൽ കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് യാതൊരു സംശയവും വേണ്ട. ഇനി എങ്ങനെയെങ്കിലും UDFന് ഭൂരിപക്ഷം കിട്ടി വിചാരിക്കുക, ഒരു 80 സീറ്റ് കിട്ടി തന്നെ വിചാരിച്ചോളൂ. അവിടെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആവില്ല, അത് ഉറപ്പാ. അത് ഉറപ്പ് എന്ന് പറഞ്ഞാൽ 200% ഉറപ്പാണ്. ഇവിടെ ആ സമയത്ത് മുഖ്യമന്ത്രിയാവുക മുസ്ലിം ലീഗിന്റെ നേതാവായിരിക്കും, ഒരു സംശയവും വേണ്ട. കോൺഗ്രസ് ആക്കിയില്ലെങ്കിൽ അത് LDF ഏറ്റെടുത്തോളും, അവര് പിടിച്ചിട്ട് മുസ്ലിം ലീഗിനെ മുഖ്യമന്ത്രി ആക്കിക്കോളും. അപ്പൊ ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനമൊന്നും ഇനി സ്വപ്നത്തിലേ കാണണ്ട. അത് വിനോദ് കൃഷ്ണയ്ക്ക് മനസ്സിലായി. അതിപ്പോ ഇവനും ഏതാണ്ട് ഇവനല്ലെങ്കിൽ ഇവന്റെ ഒരു അരുമ ശിഷ്യൻ ഒളിവിൽ പോയത്, ഇവന്റെ പേര് ആ അതിജീവിത പബ്ലിക്കായിട്ട് ആ വോയിസിൽ കേൾപ്പിച്ചത് ചോദിച്ചപ്പോ ഇവൻ എന്തിനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ വിഷയത്തിലേക്ക് ഇറക്കിക്കൊണ്ടിരുന്നത്? ഇത് ഇവനെ ചോദിച്ചേ പറ്റൂ ഇവിടുത്തെ BJPക്കാര്. ഇവന്റെ ആ സ്വഭാവം നിർത്തണം. ഇവൻ അത്ര വലിയ ഭയങ്കരനൊന്നുമല്ല. ഇവൻ എന്താ ചെയ്യുന്നത്? ഖുറാൻ കൊണ്ടുപോയി ഓരോ മുസ്ലിം വീട്ടിലും കൊണ്ടുപോയി ഖുറാന്റെ മുകളിൽ കൈ വെച്ചിട്ട് വോട്ട് ചോദിക്കില്ല ഇവൻ ചെയ്യുന്നത്. അങ്ങനെയല്ലേ ഇവൻ മുസ്ലിം വോട്ട് ഏകീകരിക്കുന്നത്? ഇത് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞ ജനങ്ങൾക്ക് വിചാരം ഹിന്ദു കണ്ട് പായ വലിച്ച് നടന്നോട്ടെ. ഹിന്ദു ആരെങ്കിലും മഹാഭാരത രാമായണം എടുത്ത് കൈ വയ്ക്കോ? വേണമെങ്കിൽ ഹിന്ദുക്കൾ അതിന്മൊക്കെ കൈവറ്റിക്കും, വോട്ടൊന്നും ചെയ്തില്ലെങ്കിലും. അവരങ്ങനെയല്ല. അത് ശരിക്കും മുതലാക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ഈ ജിഹാദി. ആ ജിഹാദിക്ക് എപ്പോ സംസാരിച്ചാലും പ്രധാനമന്ത്രി ആയിരിക്കും വലിച്ചഴക്കും. അവന്റെ വൃത്തികേടാണ് ചോദിക്കുന്നത് വന്നാൽ പോലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പ്രധാനമന്ത്രി ഇറക്കിക്കൊണ്ടിരുന്നവൻ. ഈ സ്വഭാവം അവനും അവന്റെ അരുമ ശിഷ്യന്മാരും ഇനി ഇപ്പൊ ഇന്നലെ എന്താണ് ഈ പാലക്കാട് എന്തോ ഒരു കാശ് കൊടുത്ത കഥ എന്തോ അവിടെ സംഭവം ഉണ്ട്, ഉള്ളതാണോ ഇല്ലാത്തതാണോ അറിയില്ല. അത് വന്നപ്പോ മറ്റാൻ കോൺഗ്രസിന് പുറത്താക്കി എന്നാണ് ഇവർ പറയണത്. അവൻ ഇന്നലെ വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ കോൺഗ്രസ് വലിയ ഒരു വിപ്ലവം അതിന്റെ ഉള്ളിൽ തന്നെ നടക്കുകയാണ്. അത് ഇനിയിപ്പോ ഈ മെയ് 4-ാം തീയതി ആവുമ്പോഴേക്കും ഇങ്ങനത്തെ രാജികള് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അതിലെ ഒരു നല്ല വിഭാഗം ഹിന്ദുക്കൾ മടുത്തു, ഇനി അത് പറ്റില്ല എന്നുള്ള ചിന്തയിലാണ് ഇനി ഇരിക്കുന്നത്, ഒരു സംശയവും വേണ്ട. എന്തായാലും 3ാം പിണറായി സർക്കാർ വരുന്നതിന് വോട്ട് ചെയ്യണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി വിട്ടിരിക്കുകയാണ് KPCC സെക്രട്ടറി കൂടിയായ DV വിനോദ് കൃഷ്ണ. പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ എല്ലാ സ്ഥാനങ്ങളും രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനോദ് കൃഷ്ണ വലിയൊരു രാജിക്കത്ത് തന്നെ സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ കോൺഗ്രസിന്റെ പണ്ടത്തെ പ്രതാപവും അത്തരത്തിലുള്ള ആർജവും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു, മതേതരത്വ മൂല്യങ്ങൾ നിലനിർത്തുന്നതിൽ കോൺഗ്രസിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് വിനോദ് കൃഷ്ണ പറയുന്നത്. വിനോദ് കൃഷ്ണ പറഞ്ഞിരിക്കുന്ന ഇക്കാര്യങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന ഷാഫി പറമ്പിലിനെ പോലെയുള്ളവരുടെ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്തിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.